2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ വണ്ടിയാണ്. ഞാൻ സമ്മതിച്ചോ, നമ്മളൊക്കെ പുറത്താണ് കൊടുക്കാറുള്ളത്. അത് ചില ആൾക്കാർക്ക് സർവീസിനോട് ഭയങ്കര താല്പര്യം. ചില സർവീസ് സെന്ററിലുള്ള ആൾക്കാരും അടിപൊളിയായിരിക്കും. 37,2021 നോർമൽ കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ആവശ്യത്തിൽ കൂടുതൽ ക്രോമിന്റെ എലമെന്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി സൂപ്പർ സീറ്റ് കവർ ഡ്യുവൽ ടോണിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് റാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. 45,000 കിലോമീറ്റർ ഓടിയ 2022 വണ്ടി. ലാസ്റ്റ് വണ്ടി 2022 വണ്ടി നിർത്തുന്നത്. 22 ബാച്ചിലെ ലാസ്റ്റ് ബാച്ചിലുള്ള വണ്ടി. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന TSI. എത്ര കൊടുക്കാം നമുക്ക്? ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും മെട്രോ കാസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഇടവേള അല്ലേ? ഒരു 2 ആഴ്ചയായോ? 2 ആഴ്ച ആവുന്നേ. ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇങ്ങനെ ഫില്ലായി കിടക്കാണ്. ഇതുവരെ കണ്ടില്ല. സ്റ്റോക്ക് ഇറങ്ങി. ഇനിയിപ്പോ കുറെ സ്റ്റോക്ക് പിന്നെ കയറി ഇനിയും വന്ന് ഇനിയിപ്പോ 4-5 വണ്ടി ഇനി വരാനുണ്ട്. ഓണത്തിന് എന്തായാലും പ്രത്യേകിച്ച് ഓഫർ ഒന്നും കൊടുക്കണ്ട, വില പൊട്ടിച്ച് കൊടുക്കണം. റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം വന്ന് പോയി പറഞ്ഞുകൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ പുതിയ സ്റ്റോക്കാണ് കയറിയിരിക്കുന്നത്. ചെറുതും വലുതും എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും പറ്റും. എല്ലാ 4 GT ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പോളോ GT. ഓക്കെ. അപ്പോൾ മെട്രോ കാസിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവനന്തപുരം ലൊക്കേഷൻ. ഓക്കെ. അപ്പോൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. മാക്സിമം മുട്ടിച്ചെന്ന് ചെയ്യാം അല്ലേ? അതേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമുക്ക് ആദ്യമായി റെഡ് പോളോയിൽ തുടങ്ങാം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ മോഡലൊക്കെ? ഇത് KL11 BF 2626 ഫാൻസി നമ്പറാണ്. മുഖമുദ്ര സാധനമാണ്. ഓക്കെ. ഓട്ടോമാറ്റിക് GT ആണ്. ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പറൊക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 2016 മോഡൽ പോളോ GT 17 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ സർവീസ് ഷോറൂമിൽ ഇപ്പോൾ സർവീസ് അടുപ്പിച്ച് കഴിഞ്ഞുള്ളൂ. 86,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടത്. ഈ വണ്ടി നമുക്ക് ഫാൻസി റേറ്റിൽ ഒട്ടിച്ച് കൊടുക്കുക. 6,90,000 രൂപയ്ക്ക് 2016 പോളോ GT കൊടുക്കുക. 6,90,000 2016 പോളോ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം പറയുന്നത്. കുറച്ച് കൂടുതൽ വണ്ടി കാണിക്കാനുള്ളതിനെ കൊണ്ട് കൂട്ടി പറയുന്നില്ല. മാക്സിമം ഓൺ ഓഫർ എന്നുള്ള റേറ്റിൽ മാക്സിമം 6,90,000 രൂപയ്ക്ക് നമുക്ക് 2016 മോഡൽ 17 രജിസ്ട്രേഷനുള്ള പോളോ GT കൊടുക്കാം. ഫാൻസി വീൽസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പോളോ GT ആണ്, ഓട്ടോമാറ്റിക് വാഹനം. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ലോൺ എത്ര കിട്ടുമല്ലേ? ഈ വണ്ടിയിൽ ഏകദേശം നമുക്കൊരു 5.5 മുതൽ 6 ലക്ഷം വരെ ലോൺ പാസ്സാവും. സർവീസ് ഹിസ്റ്ററിയുള്ള പക്ക സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് അടുത്തതാ കിയ സെൽറ്റോസ് KL86 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 46,000. സെൽറ്റോസിൽ HTE ബേസ് മോഡലാണ്. പെട്രോൾ ബേസ് മോഡലാണ്. ഓക്കെ. ബേസിൽ തന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരും? ബേസിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരിക. സ്റ്റീരിയോ എക്സ്ട്രാ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നോർമൽ സ്റ്റീരിയോ വരിക. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്പോയിലർ എക്സ്ട്രാ ആഡഡ് ആയിട്ട് ബ്ലാക്ക് സ്പോയിലർ കമ്പനി ബിൽഡ് തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ 5D മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. 22 മോഡൽ 23 രജിസ്ട്രേഷൻ. 23 അങ്ങനെയല്ല. ഒരു വർഷത്തെ പുതിയ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിയ തന്നെ എടുത്ത ഇൻഷുറൻസ് 1 ഇയർ ഫുള്ള്. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി 26 വരെ ഉണ്ടാവില്ലേ? 26 ഫസ്റ്റ് മാസം വരെ. ഓക്കെ. ക്ലെയിമും ഒന്നുമില്ല. ഇതിലിപ്പോൾ സർവീസ് നമ്മൾ ചെയ്തിട്ട് കൊടുക്കും. ഇപ്പോൾ സർവീസ് 42 43 ആയി. അതിന് സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും. ഈ സാപ്പേനെ സർവീസ് നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ 50-53 ചെയ്താൽ മതി. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഈ വണ്ടി നമുക്ക് ഫൈനൽ റേറ്റ് പൊട്ടിച്ചിട്ട് 9,90,000 രൂപ കൊടുക്കാം. 9,90,000 ഒരു കിയ സെൽറ്റോസ് കൊണ്ടുപോകാം. അത് 22 മോഡൽ 23 രജിസ്ട്രേഷൻ വാഹനം. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന സെൽറ്റോസ് കൊണ്ടുപോകാം. അതെ. ലോണ് ഒരു 8,00,000 കിട്ടും. ഈ വണ്ടിയിൽ നമുക്കൊരു 9 to 9.25 ഗ്യാരണ്ടി ലോൺ കിട്ടും. ചിലപ്പോൾ 9.5 പാസ്സാവും. ഫുൾ ലോൺ പോലെ പാസ്സാവുന്ന വണ്ടി. 9,90,000 നമ്മുടെ ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. പൊട്ടിച്ച റേറ്റ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹോണ്ട ജാസ് KL35 പാലാ രജിസ്ട്രേഷൻ വാഹനം. ജാസിന്റെ ഒരു വെറൈറ്റി ഷേപ്പ്. സെക്കൻഡ് ഷേപ്പ് ആണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വരുന്ന ഹോണ്ട ജാസ് സെലക്ട് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെലക്ട് ഫുൾ തന്നെയാണ്. സിഗ്നേച്ചർ സെലക്ട് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ രണ്ടിനും ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ഒരു ഫോഗ് ലാമ്പിന്റെ കുറവ് ഇതിനുണ്ടാവും. മറ്റേന്ന് വരുമ്പോൾ ഫോഗ് ലാമ്പ് ഉണ്ടാവും. അങ്ങനത്തെ ചെറിയ അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, എന്തോ എയർ ബാഗ് വരുന്നുണ്ട്. ഡ്യുവൽ വരുന്നുണ്ട്. ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മിറർ ഫോൾഡിങ്, ഫോഗ് ലാമ്പ്,
ഓക്കെ. പിന്നെ ഇല്ലാത്തത് ഫീച്ചർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, മൂന്ന് ഓപ്ഷൻ. അതാണ് ബാക്കിയെല്ലാം ടോപ്പ് തന്നെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും. ഏതാ മോഡൽ? ഏതാ 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. 13 രജിസ്ട്രേഷൻ വണ്ടി. അധികം കണ്ടു കിട്ടാത്ത ഒരു പ്രയർ സാധനമാണ്. ഹോണ്ടയിൽ അത്യാവശ്യം JDM സ്പെക്കൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വെറും 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത്രയും പഴക്കത്തിലോ? അതെ, വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ഒക്കെ ഒറിജിനൽ, ഒന്നുമില്ല. ഓക്കെ. കമ്പനി മെയിൻ്റെയിൻ പ്രോപ്പർ? കമ്പനി മെയിൻ്റെയിൻ, പ്രോപ്പർ കമ്പനി മെയിൻ്റെയിൻ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ് ചിലപ്പം അങ്ങനെ തന്നെയാണ് അല്ലേ? പക്കാ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പക്കാ മെയിൻ്റെയിൻ ആയ ഒരു ജാസ് ആണ്. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ലോങ് വണ്ടി ഓടിച്ചോണ്ടോന്നെ. ഏകദേശം ഇപ്പം മീറ്ററിൽ പെട്രോൾ 16.5 ക്ലോക്ക് ഉണ്ട്. അല്ല, അത് കിട്ടും. നല്ല മൈലേജ് ഉണ്ട്, അത്യാവശ്യം മൈലേജ്. അതെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളല്ലേ? അതെ, അറിയാം. നോക്കി ഓടിച്ചാൽ മതി, കിട്ടും. ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് 2,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2,90,000 ഒരു ഹോണ്ട ജാസ് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ, വെറും 35,000 കിലോമീറ്റർ. 33 ഓടിയുള്ളൂ. 33 രണ്ട് കൂട്ടണ്ടല്ലേ? 33,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. കസ്റ്റമർക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. മീൻസ് 4 ടയർ കിലോമീറ്റർ ആവാതെ 40 വരെയൊക്കെ കിട്ടുന്ന ടയറാ. ആ ടയർ ലൈഫ് സ്പാൻ കഴിഞ്ഞതിനെ കൊണ്ട് അവർ പുതിയ 4 യോക്കോഹാമന്റെ ടയർ ഇട്ടു. സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. ഓക്കെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഫ്രഷിൽ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ചെയ്ത ഏകദേശം അതേ കണ്ടീഷനിലൊക്കെ തന്നെ സീറ്റ് കവേഴ്സും അത്യാവശ്യം മൈലേജിൽ കൊണ്ടുപോകും. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഹോണ്ട ജാസ് തന്നെ KL 7 രജിസ്ട്രേഷൻ. ഇതതിന്റെ ഫേസ് ലിഫ്റ്റ് ആണല്ലേ? ഇത് അതിന്റെ ഫേസ് ലിഫ്റ്റ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2 വർഷം ജാസ് നിർത്തിയതിന് ശേഷമാണ് പിന്നെ ജാസ് ഇറങ്ങുന്നത്. 13-ന് ശേഷം 13-ലും 14-ലും ജാസ് ഉണ്ടായില്ല. 13 പകുതിക്ക് ശേഷം ഉണ്ടായില്ല. 15-ലാണ് പിന്നെ ഹോണ്ട ജാസ് വീണ്ടും ഇറക്കേണ്ടി വരുന്നു തോന്നുന്നു. ഹോണ്ടന്റെ അവസ്ഥ കണ്ടില്ലേ? ഓക്കെ, 2 സെഡാനും വെച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതെ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ഹോണ്ട ജാസ്, സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, VX ആണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അന്ന് സൺറൂഫ് വന്നിട്ടില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. ഇതും ടയേഴ്സ് കുഴപ്പമില്ല അല്ലേ? ഇത് കോണ്ടിനെന്റൽ ടയേഴ്സ് ആണ്. 4 ടയേഴ്സ് ആണ്. 4 ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ബോൺ ടു ബാക്ക് ഡിക്കി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ ബമ്പർ എന്തെങ്കിലും ബമ്പർ ഉള്ളോട്ടേക്ക് ഒന്നുമില്ല. മെയിൻ ബോഡി പാർട്ടിലേക്ക് ഒന്നും അല്ലേ? ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 60,000. പെട്രോൾ ആണ്. 1.2 പെട്രോൾ ആണ്. സിംഗിൾ ഓണർ. ഇതും കറക്റ്റ് ഷോറൂം സർവീസ്ഡ് ആണ് വണ്ടി. 15 പറഞ്ഞേ? 2018. സോറി, 18 ജാസ് ആണ്. ഓക്കെ, 18 ജാസ് VX ആണ് വരുന്നത്. ടോപ്പിന്റെ വാഹനം. 19 സൺറൂഫ് വരുന്നത് അല്ല? 21 മുതലാണ് സൺറൂഫ്. 21, 22 മാത്രമേ സൺറൂഫ് വന്നുള്ളൂ. 20 വരെ ഫേസ് ലിഫ്റ്റ് ഇല്ല. ഈ ഷേപ്പിൽ തന്നെ 23 നിർത്തുകയും ചെയ്തു. 23 നിർത്തും. 21, 22, 23 ഫേസ് ലിഫ്റ്റ്. ഓക്കെ, ഇത് 18 VX ആണ് ടോപ്പിന്റെ വാഹനം. എത്രയാണ് വെച്ച് നോക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 5,40,000 രൂപയ്ക്ക് കൊടുക്കാം. 5 മിഡിൽ ഓപ്ഷൻ 18 ഈ വിലക്ക് കിട്ടും. 18 ജാസ് ആണ് പറയുന്നത്. ടോപ്പിന്റെ അതും ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ടോപ്പിന്റെ വാഹനമാണ്. നിങ്ങൾക്ക് 5,40,000 കിട്ടുന്നത്. അതെ, അതിൽ 5 ലക്ഷം രൂപ ഗ്യാരണ്ടി ലോണും കിട്ടും. 40,000 രൂപ കൊണ്ട് ഇറക്കിക്കൊണ്ടുപോകാം. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം സെയിം എഞ്ചിനാണ് വരുന്നത്. 12-ലുള്ള സെയിം എഞ്ചിൻ തന്നെ ഇതിലും വരുന്നത്. 1.2 തന്നെയാണ് വരുന്നത്. പക്ഷേ മൈലേജ് സൈഡ് നോക്കുകയാണെങ്കിലും സെയിം ആണ്. കുറച്ചും കൂടിയും സീറ്റ് ഹൈറ്റും കാര്യങ്ങളും ഡിഫറൻസ് അതിനപേക്ഷിച്ച് വന്ന് കുറച്ചും കൂടി ക്ലിയറൻസ് വന്നു. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ആയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഹോണ്ട തന്നെ. ഹോണ്ട ബ്രിയോ. നിങ്ങൾ വോക്സ് വാഗൺ മാറ്റി ഹോണ്ടയിലേക്ക് എത്തി തുടങ്ങിയോ? വോക്സ് വാഗൺ നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനം ഹോണ്ടനോട് ഒരു താല്പര്യമുള്ള വണ്ടിയാണ്. മെയിൻലി ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, ക്വാളിറ്റി, ഇതെല്ലാം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണി കൊണ്ട് ഇങ്ങോട്ട് വരില്ല അല്ലേ? അതാണ് ഗ്യാരണ്ടിയാണ്. വണ്ടിന്റെ എഞ്ചിൻ ക്വാളിറ്റി അത്രയും നല്ലത്. ടൊയോട്ടനെ പറയുന്ന പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. തീർച്ചയായും. 2 പ്രിയോ ഉണ്ടല്ലോ, ബാക്കിലുണ്ടല്ലേ? അത് 2015, ഇത് 13. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 മോഡൽ SMT വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 84,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഷോറൂം മെയിൻറ്റെയിൻഡ് വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, 83,000 അല്ലേ? 83, 84 കിലോമീറ്റർ ഓടിയ 2013 മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതിലും സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, എയർ ബാഗ് ഉണ്ടാവും. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. VX-ന് വെച്ച് നമ്മുടെ അടുത്തുള്ള അടുത്ത വണ്ടി VX ആ. ഇനി രണ്ടും ഒരേ കളറും ഒരേ വണ്ടിയാണോണ്ട് അത് പിന്നെ കാണിക്കാത്തത്. അതിൽ വരുമ്പോ ഇൻഡിക്കേറ്റേഴ്സ് സൈഡ് ഇതിൽ വരുന്ന പാനലിലാണ്. അത് വരുമ്പോ മിററിൽ വരും. പിന്നെ അലോയ്സ് വരും. അങ്ങനത്തെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി തന്നെയാണ് ഇത്. 2013 സിംഗിൾ ഓണർഷിപ്പ്. ഷോറൂം മെയിൻറ്റൈൻഡ് ആണോ അതോ? ഷോറൂം മെയിൻറ്റൈൻഡ്, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഹോണ്ട കെയർ തന്നെയാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചേട്ടോ. നമ്മളൊക്കെ പുറത്താണ് കൊടുക്കാറുള്ളത്.
അത് ചില ആൾക്കാർക്ക് ആ ഒരു ഹോണ്ടയുടെ സർവീസിനോട് ഭയങ്കര താല്പര്യം. ചില സർവീസ് സെന്ററിലുള്ള ആൾക്കാരും അടിപൊളിയായിരിക്കും. എല്ലാവരും അങ്ങനെ ആയിക്കോളണമെന്ന് ചില സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ചില സർവീസ് സെന്റർ അവരുടെ ഒരു ഇതും കൂടി കിട്ടിയാലേ നമ്മൾ പിന്നെ അങ്ങോട്ട്. ഞാനിവിടെ ആപ്കോല കൊടുക്കല് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് കാലം കൊടുത്തു, പിന്നെ ഞാൻ പുറത്ത് വർഷം കിട്ടുന്ന ചിലപ്പോ ആള് ചിലപ്പോ വേറെ ആയിരിക്കും. അപ്പോ ഇതിപ്പോ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 2,95,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ലേഡീസിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ പക്ക വണ്ടിയാണ്. ബ്രിയോന് അത്യാവശ്യം മാർക്കറ്റിലെ വണ്ടിയാണ് കേട്ടോ, എംഐസിനേക്കാൾ മാർക്കറ്റിലെ വണ്ടിയാണ്. ഇതിൽ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസ്, ഡിക്കിയൊന്നുമില്ല ഈ വണ്ടിക്ക് ഇല്ല, ഡിക്കിന്റെ ഗ്ലാസേ ഉള്ളൂ. അതെ, അത് അവർ കസ്റ്റമർ ഒരു തവണ അടച്ചതിൽ കുറച്ച് പവർ കൂടിയതിനെ കൊണ്ട് ആ ഗ്ലാസ് പൊട്ടിപ്പോയി. ആക്സിഡന്റ് അല്ല, ഗ്ലാസ് അടച്ചതിൽ പവർ കൂടിയപ്പോൾ കമ്പനി തന്നെ പറയല്ല, കമ്പനി തന്നെയാണ്. കൊടുങ്ങല്ലൂർക്കാരൻ എന്താ കോഴിക്കോട് കാര്യം അല്ലേ? കിടന്നോട്ടെ സ്നേഹത്തിന്റെ ഉള്ളിലോട്ട്. അതെ, KL 47 രജിസ്ട്രേഷൻ കൊടുങ്ങല്ലൂർ വണ്ടി തന്നെയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർക്കാരൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത സ്റ്റിക്കർ മാറ്റേണ്ടി വരില്ല അല്ലേ? വേണ്ടി ഇനിയിപ്പോ കോഴിക്കോട്ടുകാരെടുക്കുകയാണെങ്കിൽ കോഴിക്കോട്ടുകാരെന്നാണ് ഒട്ടിച്ചെടുക്കാം. ഗ്രൂപ്പ് ഓഫ് യൂണിറ്റി ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 2022 മോഡൽ XMS എന്നുള്ള ഓപ്ഷൻ. സൺറൂഫ് മിഡിൽ ഓപ്ഷൻ ആണ്, വിത്ത് സൺറൂഫ് മാനുവൽ. പെട്രോൾ മാനുവൽ ആണ്. സ്പെഷ്യൽ എഡിഷൻ പോലെയാണ്. സൺറൂഫ് മാത്രം ഇറക്കിയിട്ട് XM അല്ലേ? ഒരു XM-ന്റെയും XMS-ന്റെയും ഡിഫറൻസ് ആകെ ഫ്രഷിൽ 55,000 രൂപേന്റെ ഡിഫറൻസ് ഉള്ളൂ. സൺറൂഫ് വരുന്നതിനെ കൊണ്ടുള്ള റേറ്റ് ചേഞ്ച് ആണ്. ബാക്കി ടോപ്പിലേക്ക് പോകുമ്പോഴേ സാധാരണ സൺറൂഫ് ഉണ്ടാവുള്ളൂ. ഇത് ടാറ്റയ്ക്ക് വരുമ്പോൾ എക്സെറ്റ് പ്ലസിൽ തന്നെ സൺറൂഫ് ഓപ്ഷനിലാണ്. വേണ്ടവർക്ക് മാത്രം വെച്ചാൽ മതി എന്നുള്ള പോലെ. ചില ആൾക്കാർക്ക് അതിന്റെ ആവശ്യകത ഉണ്ടാവാറില്ല. അപ്പൊ അത്രയും പൈസ ലാഭിക്കാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? ഈ വണ്ടി 2022 മോഡൽ 54,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഫുൾ സർവീസും കമ്പനിയിൽ ടാറ്റ തന്നെയാണ് എല്ലാ സർവീസും. ഇവരിപ്പോൾ ടാറ്റയിൽ നിന്ന് പുതിയ ഹാരിയർ ബുക്ക് ചെയ്ത്. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി പീരീഡ് ബുക്ക് ചെയ്തല്ലേ പുതിയ? അതെ. ഇപ്പോൾ ഫസ്റ്റ് ഓണറാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക സർവീസ് മെയിൻറ്റൈൻഡ് ആണ്. ടയർ 4 അത്യാവശ്യം നല്ല ടയേഴ്സാണ്. ഒരു 80 മേലെ ഉണ്ട് അല്ലേ? 80% മേലെ ഉണ്ട്. പിന്നെ സേഫ്റ്റിയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടി. അതെ, കോമ്പാക്ട് SUV ആണ്. പെട്രോളിൽ മൈലേജ് ഒരു 12-15 ഏകദേശം കിട്ടും. ഇത് എത്ര കൊടുക്കാം നമുക്ക്? എടാ ഈ വണ്ടിക്ക് എന്തിനു വില വെച്ച്? ബെസ്റ്റ് റേറ്റ് ആയിട്ടില്ല ഇതുവരെ. കുഴപ്പമില്ലല്ലോ. ഈ വണ്ടി എത്രയ്ക്ക് കൊടുക്കാന്ന് മാത്രം ചോദിച്ചാൽ പോരെ? അപ്പൊ പിന്നെ റേറ്റ് പറയണ്ടേ? അതിന് ആ ഒറ്റ ഡയലോഗ് മാത്രം ചോദിച്ചാൽ പോരെ? റേറ്റ് ഞാൻ പറഞ്ഞടാ. റേറ്റ് കിട്ടിയാ നമുക്ക് ഏകദേശം ഫൈനലാക്കി എന്നിട്ട് പറയാം, മുട്ടിച്ചിട്ട് പറയാം. വെറുതെ കയറ്റിട്ട് മാനത്ത് കൂട്ടുണ്ട്. നെഗോസിയേഷൻ നമുക്ക് പിടിക്കണ്ട. RF എല്ലാം കൂട്ടിയിട്ട് എത്രയാ പറ? പറഞ്ഞോളി. പറയട്ടെ. ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,35,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 7,35,000 അല്ലേ ലാസ്റ്റ് റേറ്റ് ആണ്? 2022 മോഡലാണ്. 22 മോഡൽ XMS ആണ് വരുന്നത്. അതിന് തന്നെ നമുക്ക് ലോൺ ഏകദേശം 6.5 ലക്ഷം രൂപ ഗ്യാരണ്ടി പാസ്സായി കൊടുക്കാം. 6.5-6.25 വരെ സുഖമായിട്ട് വരും. ഓക്കെ, അപ്പോൾ സൺറൂഫ് ഉള്ളൊരു വാഹനം. അടുത്തത് ഒരു കായംകുളം രജിസ്ട്രേഷൻ വാഹനം KL 29 അല്ലേ? അതെ. ഹോണ്ട എമൈസ് ആണ്. എമൈസിന്റെ 3rd ജനറേഷൻ വാഹനം. അതെ. എൻ്റെ മോനാളിയാണ് ഇവിടെ വെക്കുന്നത്. ഇതിന്റെ ഓണർ തന്നെയാണ് ഇവിടെ വെക്കുന്നത്. നമുക്ക് ഓണറോട് തന്നെ ഇരിക്കാം. നമുക്ക് ഇടയ്ക്ക് വണ്ടി മാറ്റാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എങ്ങനെയാ ഡീറ്റെയിൽ? 2019 മോഡൽ, സെക്കൻഡ് ഓണർ. അതെ, 72,000 കിലോമീറ്റർ കറക്റ്റ് ഷോറൂം സർവീസ്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നുള്ളൂ. നേരത്തെ ഇതിനെ കൊണ്ടാ പറഞ്ഞത്. 72 ആവുന്നുള്ളൂ. 71 സംതിങ് ആയിട്ടുള്ളൂ. കറക്റ്റ് ഷോറൂം സർവീസാണ്. നമുക്ക് ഇവിടുന്ന് ഒരു അഡ്വൈസർ ഉണ്ട്, അടിപൊളി ചങ്ങായിയാണ്. മൂപ്പര് ചെയ്ത് തരും കറക്റ്റ് സർവീസ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. സിറ്റിയിൽ 18-19 മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസലാണ്. ഹൈവേയിൽ ഏകദേശം 22-23 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പിന്നെ കുറച്ച് വണ്ടി പ്രാന്തുള്ളതിനെ കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഇല്ല, ചെറിയൊരു DR അലോയ് ഒരു 16 ഇഞ്ചിൽ 14 സൈസ് ഉണ്ട്. 16 നമ്മൾ അലോയ് ഇട്ടത്. ഒരു 1-2 കിലോമീറ്റർ. അതായത് അതിമോഹം പാടില്ലല്ലോ എന്ന് പറയുന്ന പോലെ 20 കിലോമീറ്റർ സിറ്റിയിൽ എനിക്ക് ആദ്യം കിട്ടി. പക്ഷെ അടി നന്നായിട്ട് ഒരയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടും അലോസരമായപ്പോൾ അത് മാറ്റി ഒന്ന് ഹൈറ്റാക്കി. അത് നന്നായി. എൻ്റെ അടിയിലത്തെ ഫ്ലാപ്പ് പൊട്ടി.
അതുകൊണ്ടാണ് ഫ്ലാപ്പ് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പിന്നെ ബോഡി ഒരയാനുള്ള ഒരു കണ്ടീഷനായി. ഞാൻ ഗുരുവായൂർ മറ്റേ പൊന്നാനി ഗുരുവായൂരിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളം കെട്ടുണ്ട്, അവിടെ എപ്പോൾ ഉള്ളതാ. അതിലെ പോയിട്ട് കുടുങ്ങി, ഒരു BM സ്റ്റോപ്പായി, പെട്ടെന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറിയതാണ്, ഓഫായി പോയിട്ട് അവിടെ എന്തോ കുടുങ്ങി മൊത്തം വലിഞ്ഞു പോയി. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് റാപ്പിൽ ചെയ്തിട്ടുണ്ട്, അണ്ടർബെല്ലി സീറ്റിൻ്റെ അടിയിൽ അണ്ടർബെല്ലി സബ് വൂഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡ് സാധനങ്ങൾ. ആയിക്കോട്ടെ, എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് നെറ്റ് 6.5 കൊടുക്കാം. 6,50,000 രൂപയ്ക്ക് 2019 72,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ എമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇത് ഓപ്ഷൻ ഏതാ പറഞ്ഞത്? മിഡിൽ ഓപ്ഷനാണ്, പക്ഷേ അലോയ്സും ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഡീസൽ വണ്ടി, ഇത്രയും മൈലേജുള്ളൊരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്രയായിരുന്നു? നമുക്കൊരു 6 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നല്ല കസ്റ്റമർ ആണെങ്കിൽ, നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ 6 ലക്ഷം രൂപ വരെ സുഖമായിട്ട് പോകും. അപ്പോൾ ധൈര്യത്തിൽ വന്നെടുത്തോ, ഗ്യാരണ്ടി വിടുന്നുണ്ട്. അടുത്ത വണ്ടി നിൽക്കും. അടുത്ത വണ്ടി ഇതാ ഹ്യുണ്ടായി ക്രെറ്റ KL 82 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? സിംഗിൾ ഓണർ, സോറി സെക്കൻഡ് ഓണർ, ഞമ്മളെ കൊടുത്താ മാറി. സെക്കൻഡ് ഓണർ 2021 മോഡല്, 11ാം മാസം വണ്ടി, ക്രെറ്റ EX. ബേസ് അല്ല, ബേസിന്റെ മുകളിലുള്ള അതെ. EX പെട്രോൾ 1.5, 35,000 കിലോമീറ്റർ ഓടിയുണ്ട്. 35,000 2021 നോർമൽ കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ആവശ്യത്തിൽ കൂടുതൽ ക്രോമിന്റെ എലമെന്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിപൊളി സൂപ്പർ സീറ്റ് കവർ ഡ്യുവൽ ടോണിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് റാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, അല്ല നമുക്ക് ഇതിൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ അകത്ത് വരുന്ന? കൺട്രോൾസ്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും, സ്റ്റീരിയോ ഇൻബിൽഡ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്ന ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ അലോയ്സ് ഉണ്ടാവില്ല. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അലോയ്സ് ഉണ്ടാവില്ല. സീറ്റ് വെന്റിലേഷൻ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക് ആയിരിക്കും. പിന്നെ എയർ ബാഗ് 6. അതായത് കുറച്ച് ഫാൻസി ഫീച്ചേഴ്സ് ആണ്. പനോർമിക് സൺറൂഫ്, ഒരു സാധാരണക്കാരന് പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അലോയ്സ് വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് വേറെ മാർഗം ചെയ്യാം, എടുത്തിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ലോ കിലോമീറ്റർ, 21 മോഡൽ EX ക്രെറ്റ പെട്രോൾ, ഒരു 11 to 15 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? ടൗണിലൊക്കെ എത്ര കിട്ടും? 11 to 13 നമുക്ക് എന്തായാലും ടൗണിൽ കിട്ടാനായിട്ട് വരും. ഹൈവേയിൽ നല്ല മൈലേജ് ഉണ്ട്. അതിൽ ഹൈവേയിൽ ഗ്യാരണ്ടി. കാരണം നമ്മൾ നേരത്തെ കണ്ട സെൽറ്റോസ് 16 വരെ നമുക്ക് ഹൈവേ കിട്ടിയിരിക്കണം. അത് ഓരോരുത്തർ ഓടിക്കുന്ന പോലെയാണ്. എങ്കിലും ഞാനും RPM ഒരു 2500-2000 RPM ലെവലിൽ തന്നെയാണ് ഓടിച്ചത്. ഹൈവേ റണ്ണിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് 10 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 10 ലക്ഷത്തിന് ഹ്യുണ്ടായി ക്രെറ്റ 2021 മോഡൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോൺ നമുക്ക് ഒരു 9-9.25 വരെ ലോൺ വാങ്ങിക്കും. ലോൺ കിട്ടും. ഒരു 10,75,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നുന്നത്? പോളോ ആയിട്ട് തോന്നുന്നുണ്ടോ? ആദ്യം കാണുന്നവർക്ക് എല്ലാവർക്കും ഫ്രണ്ട് കാണുമ്പോൾ പോളോ ആയിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇത് വെൻഡോ ആണ്. ഇത് വെൻഡോ ആണ്. KL 8 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ലാസ്റ്റ് ബാച്ച് ഫേസ് ലിഫ്റ്റ് എഡിഷനിൽ 1 ലിറ്റർ ടർബോ TSI നമ്മളെ പോളോയിലുള്ള സെയിം എഞ്ചിനും ഗിയർ ബോക്സും വരുന്ന സ്റ്റോക്ക് വണ്ടി. ലാസ്റ്റ് വണ്ടി അല്ലേ? അതെ, ഹൈലൈൻ പ്ലസ് ആണ്. 1 ലിറ്റർ ഹൈലൈൻ പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 2020 ഷോറൂം മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി. മാനുവൽ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയുണ്ട്. കറക്റ്റ് ഷോറൂം സർവീസ് ത്രൂ ഔട്ട്. 20 മുതൽ 25 വരെ ഫുൾ സർവീസ് ത്രൂ ഔട്ട് കമ്പനിയിലാണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ആകെ ഉള്ളത് ഒരു ചെറിയൊരു ക്ലെയിം ഉള്ളത് ക്വാർട്ടർ പാനൽ ഡെന്റ് ക്ലിയറിങ്, അതേപോലെ തന്നെ ബമ്പർ ടച്ച് ആൻഡ് പോളിഷ്, സോറി പെയിന്റിങ്ങും, ഈ പറഞ്ഞ ക്വാർട്ടർ പാനൽ പെയിന്റിങ്ങും ലെഫ്റ്റ് സൈഡ്. ഇത് കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. അത് മാത്രമേ ആകെ ഉള്ളൂ. അല്ലാതെ വേറൊരു സാധനം റീപ്ലേസ് അല്ല കേട്ടോ, റീപെയിന്റിംഗ് ആണ് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ 2020 ഹൈലൈൻ പ്ലസ് ഡയമണ്ട് അലോയിലും കാര്യങ്ങളൊക്കെ വരും. മൈലേജും ഉണ്ടാവും. ഒരു 13-14 ഒക്കെ ആയിട്ട് എന്തായാലും ഉണ്ട്. പിന്നെ പോളോന്റെ എഞ്ചിനിൽ അത്യാവശ്യം കംഫർട്ടും കുറച്ച് ലെഗ് സ്പേസ് ആണ് മെയിൻ ആയിട്ട്. പോളോന് ഇല്ലാത്തൊരു സാധനം അതാണ് ലെഗ് സ്പേസ്. അതും ഡിക്കി സ്പേസും ഉണ്ട്, നല്ല രീതിയിൽ ലെഗ് റൂമും ഉണ്ട്, നല്ല ലക്ഷറി ആയിട്ടുള്ള റൈഡും തരുന്നൊരു വണ്ടിയാണ്. സെഡാൻ കാറ്റഗറി നിങ്ങൾക്ക് കൊണ്ടുപോകാം. എത്ര കൊടുക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,35,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. ചിലപ്പോൾ ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണും കയറും. 7,35 ഒരു ഫോക്സ് വാഗൺ വെൻഡോ 2020 മോഡൽ വാഹനം. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. മാനുവൽ, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. അപ്പോൾ വലിയ മെയിനർ സൈഡ് ഒന്നും പേടിക്കണ്ടാണ്ട് കൊണ്ടു നടക്കുന്ന ഒരു നല്ല സെഡാൻ കാറ്റഗറി അല്ലേ? മാക്സിമം ലോണും കയറുമല്ലോ? മാക്സിമം ലോൺ. ഓക്കെ,
ഇവൻ പോളോ ആണ്, KL 11 രജിസ്ട്രേഷൻ, കോഴിക്കോട്. രണ്ടും ഒരുപോലെ ഉണ്ട് അല്ലേ? ഏകദേശം കണ്ണപ്പെട്ട GTA. എങ്ങനെയാ ഡീറ്റെയിൽ? ഫ്രണ്ടേജ് കാണുമ്പോൾ രണ്ടും തന്നെ, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. അതെ, എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2022 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു 21 ഒരു വണ്ടി വീഡിയോ ചെയ്ത് നമുക്ക് പറഞ്ഞായിരുന്നു 22 വരാനുണ്ട്. വരാനുള്ള വണ്ടിയാണ് വന്നു കഴിഞ്ഞു. 2022 മോഡല്, കോഴിക്കോട് നമ്പറിൽ 45,000 കിലോമീറ്റർ ഓടിയ, അണ്ടർ വാറണ്ടി, 26 വരെ വാറണ്ടി ഉള്ള വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കറക്റ്റ് ഷോറൂം സർവീസ് മെയിൻ്റെനൻസ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ വണ്ടി. ഇതിലേതാ ഗിയർ ബോക്സ് വരും? ഇതിൽ 80 6 സ്പീഡ് 80 ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. DST 19 വരെ 19 വണ്ടി ഉണ്ടായിരുന്നു, ഇന്നലെ ഡെലിവറി കൊണ്ടുവന്ന് അങ്ങനെ തന്നെ. അത് ഫേസ് ലിഫ്റ്റ് തന്നെ ആയിരുന്നു. 19 ഫേസ് ലിഫ്റ്റ് ലാസ്റ്റ് വരുന്നത്. DST ഇതുമായിട്ട് എങ്ങനെ വ്യത്യാസം മൈലേജിൽ? മൈലേജിനെക്കാട്ടും മെയിനായിട്ട് പെർഫോമൻസിലാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. നമുക്ക് DSTയിൽ ഷിഫ്റ്റിംഗ് അറിയില്ല, അത് യൂസ് ചെയ്ത എല്ലാവരും പറയുന്ന സംഭവമാണ്. പക്കാ പെർഫോമൻസ് ആണ്. നമുക്ക് അത് ഫീൽ ചെയ്യും. DST ഓടിച്ച എല്ലാവർക്കും 80 അറിയും. പിന്നെ DST കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടി ചിലവുള്ളൊരു വണ്ടിയാണ് DST. പക്ഷെ ആ ഒരു പെർഫോമൻസ് പ്രഷർ തരുന്ന ഒരു പക്കാ സാധനം DST. നമ്മൾ കൊടുത്ത ആടെ സാധനം വണ്ടി കയറും അല്ലേ? ഇത് ആ ഗിയറുമ്പോൾ ഒന്ന് ആലോചിച്ച് തരും, ചെറിയൊരു വ്യത്യാസം പറയാം, പക്ഷെ വണ്ടി തരും എന്നാണ്. DSTയിൽ ഓടിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഷിഫ്റ്റ്, ഗിയർ ഷിഫ്റ്റിന്റെ ഒരു അറിയും, ഇതൊക്കെ കുത്തരും. ഓക്കെ, അപ്പോൾ 45,000 കിലോമീറ്റർ ഓടിയ 2022 വണ്ടി, ലാസ്റ്റ് വണ്ടി. 2022 വണ്ടി നിർത്തുന്നത്. 22 ബാച്ചിലെ ലാസ്റ്റ് ബാച്ചിലുള്ള വണ്ടി. 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്ന TSI. എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് 10,70,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 10,70 ഒരു GT പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകും. 2022 വാഹനം. അതെ, ഓക്കെ. ഏകദേശം 11.5-11.25 ആയിട്ടാണ് എറണാകുളം, കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ റേറ്റ്. നമ്മുടെ റേറ്റിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 11ന്റെ മുകളിലേക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് 2-3 ഷോപ്സൊക്കെ ഉണ്ട് വണ്ടി. നമ്മൾ 10,70,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കും. 26 വരെ നോർമൽ വാറണ്ടി ഉണ്ട്, വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഡാർക്ക് എഡിഷൻ നെക്സോൺ ആണ്. ടാറ്റ നെക്സോൺ KL 39 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്. നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്. ഫസ്റ്റ് ഓണർക്ക് നമ്മൾ ഒരു 9,000-11,000 കിലോമീറ്ററിനുള്ളിൽ കൊടുത്ത വണ്ടിയാണ്. അപ്പോൾ 18,000 കിലോമീറ്റർ ആടിയിട്ടുള്ളൂ. ഡാർക്ക് എഡിഷനിൽ 2023 വിത്ത് സൺറൂഫ് വരുന്ന മാനുവൽ പെട്രോൾ. അതെ. ഓപ്ഷൻ ഏതാ നേരം? XZ പ്ലസ് വിത്ത് സൺറൂഫ്. ഡാർക്ക് എഡിഷൻ ഏറ്റവും ടോപ്പ് ഡാർക്ക് എഡിഷൻ വണ്ടി. ഓക്കെ, സേഫ്റ്റി എല്ലാം വരുന്ന വാഹനമാണ്. റേറ്റിംഗ് ഉണ്ട്. വാറണ്ടി ഫുള്ളി ബ്ലാക്ക് ആണ്. വാറണ്ടി ഇപ്പോൾ വാറണ്ടി 2026 വരെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. 2 ഇയർ 2 ഓപ്ഷൻസ് ആയിട്ട് ആ സമയത്ത് വാറണ്ടി 2 ഇയറും 3 ഇയറും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കണം. ഉണ്ടെന്നാണെങ്കിൽ കസ്റ്റമർക്ക് വിളിക്കുന്ന കസ്റ്റമേഴ്സിന് അപ്ലൈക്ക് നമുക്ക് അന്വേഷിക്കാം. 25 ആണെങ്കിൽ തന്നെ 11 മാസം വരെ ഉണ്ടാവും. അതെ, 25 ആണെങ്കിൽ എന്തായാലും 11 മാസം വരെ ഉണ്ടാവും, അല്ലെങ്കിൽ 26 വരെ ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. 18,000 ആ കൂടിയിട്ടുള്ളൂ. നല്ല ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫസ്റ്റ് ബാച്ച് ടയർസ് സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. ഇന്റീരിയർ എക്സ്റ്റീരിയർ പക്ക ഷോറൂം മെയിൻറ്റെയിൻ ഉണ്ട്, പക്ക ക്വാളിറ്റി ഉണ്ട്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 9,70,000 രൂപയ്ക്ക് കൊടുക്കാം. അതിലൊരു 9-9.25 വരെ ലോൺ വാങ്ങി കൊടുക്കാം. സൺറൂഫ് വരുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് ഡാർക്ക് എഡിഷൻ പെട്രോൾ, അതും ലോ കിലോമീറ്റർ ഉണ്ട്. 18,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളൂ. നമുക്ക് ലോൺ എത്ര വരെ കിട്ടുന്ന? 9-9.25 ഗ്യാരണ്ടി. 9.25 വരെ ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മൈലേജ് ഉണ്ടാവും, ഒരു 12-15 റേഞ്ച് മൈലേജും കിട്ടും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. നല്ല അടിപൊളി നെക്സോൺ ആണ്. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫൈനൽ റേറ്റ് വിലകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, നല്ല രീതിയിൽ റേറ്റ് പൊട്ടിച്ചതുമാണ്. അപ്പോൾ ഇനി വിളിക്കുന്ന കസ്റ്റമേഴ്സ് ദയവ് ചെയ്തിട്ട് റേറ്റിന് മുകളിൽ ചവിട്ടാതെ മാക്സിമം ചെയ്ത് എല്ലാ വണ്ടിയിലും നമ്മൾ മാക്സിമം റേറ്റ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടികൾ വന്നെടുക്കാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്തൊന്ന് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഓണം. ബൈ.